ശരി. ഇവിടെ വന്നിട്ടൊരു കാര്യം നടക്കുന്നില്ല, വെറുതെ വേസ്റ്റ് ആയി. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല കെട്ടിട്ടില്ല, നീ വീട്ടിൽ പോക്കോടാ. നീ വിളിച്ചിട്ട് എല്ലാരും ഇവിടെ വന്നത്, അപ്പൊ നീ കൂടുതൽ ഉണ്ടാക്കണ്ട. അറിയാലോ ഇത്രയും ദിവസം ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു, നിനക്ക് വല്ലതും കിട്ടിയാ വല്ലതും കിട്ടിയാ? എന്താണ് ഇവനീ പറയണേ? നിർത്തിക്കടാ. നീ എന്നിട്ട് വർത്താനം പറയണ ഈ വർണ്ണത്തിന്റെ കൊടുന്ന മണിയാ? എവിടെയാള്? അയാളെ എവിടെയാള്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയണ പുള്ളിക്കാരൻ നമ്മുടെ ഒരു ആവശ്യം നടത്തി തരാൻ വേണ്ടി വന്നതല്ല. എന്നിട്ട് എവിടെയാള്? എവിടാ? എടാ, ഇവന്റെ എല്ലാ ഐഡിയക്കും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? ഇവൻ കൊടുന്ന ആളെവിടെ? അയാളെവിടെ? ഞാൻ ഒരു തവണ പറഞ്ഞു, എടാ അയാളുടെ കുടുംബത്തിലെ കാര്യം നടത്താൻ വേണ്ടി വന്നതല്ല, നമ്മക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണ്. നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഈ ആൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും സിനിമ കണ്ട ആളൊന്നുമല്ലല്ലോ. ആണോ? ഇവന്മാരൊക്കെ എന്ത് ഉദ്ദേശത്തോടെ ടീച്ചർ കൂടെ ഇപ്പൊ ഇരുന്നൊക്കെ ഇപ്പൊ സംശയം തോന്നുന്നു. ഇനി ശരിയാക്കണ എന്തിനാ? നമ്മൾ 5 പേര് ഇവിടെ നിൽക്കണം എന്താന്ന് അറിയും? ഈ 5 പേര് കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അടുത്ത് എനിക്കൊന്നും പറയാനല്ലോ. ഇവനൊക്കെ എങ്ങനെ കണ്ടാ? നീ എന്താ പറഞ്ഞു വിടുന്നത്? എന്താ എനിക്ക് മനസ്സിലാവണം. നീ ഒന്നും ഉണ്ടായി പ്ലീസ്. നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പോ കിട്ടിയത് പ്ലീസ്. കിടക്ക്. ഇമ്മാര് വർത്താനം വേണ്ടി കേൾക്കാൻ നിൽക്കരുത്. മാറ്റിപ്പോ നല്ല വെറുതെ ഒന്നിനൊന്നും പറഞ്ഞു കൊടുക്കും. ഒന്നും വേണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. അമ്മമാരോട് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇത് വിളിച്ചമ്മമാരെ. എടാ മണിയേശനാണല്ലോ. ഈ ഫോൺ വിളി. മണിയണ്ണാ, മണിയനോട് ക്ഷമിക്കടാ, പോലീസ് വിളിച്ചടാ. ഞാൻ പൊന്നുപോലെ നോക്കി താടി മുടിയൊക്കെ പൈലൊരു വെട്ടി കളഞ്ഞടാ. അത് നന്നായി, നിങ്ങൾക്ക് അതന്നെ വേണം. നന്നായിടാ, അത് പറയാൻ തന്നെ വിളിച്ചേ. എന്ത്? എടാ, അകത്ത് കിടന്നപ്പോഴാണ് കാര്യം അറിയണത്. നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പുള്ളി ഇവിടുത്തെ വലിയ സെറ്റപ്പാണ്. 2 ടാസ്മാകൊക്കെ നടത്തണ്ടടാ. അവന്റെ ശിങ്കടികൾ ആ കാര്യങ്ങളൊക്കെ നോക്കണത്. പിന്നെ ഒരു കാര്യം, കണിയൂര് അവനൊരു ചിഹ്ന വീഴണ്ടടാ. ഡെയിലി അവൻ അവിടെ പോകും. അവിടെ പോയി അവനെ പൊക്കാം. കട്ടയിലൊരു അത്യാവശ്യ കാര്യം കൂടി പറയാനുണ്ട്. അവനെ തേടി നമ്മൾ മാത്രമല്ല, ഒരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. യൂണിഫോമിലൊന്നല്ല, തോക്കും ഫുൾ സെറ്റപ്പ് ആയിട്ടാണ്. ഒരു പക്ഷെ നമ്മളെത്തുമ്പോൾ അവരവനെ പൊക്കും. എന്താടാ
ഇന്നാണ് എസ്കേപ്പ് ആയെങ്കിലും അവൻ്റെ പണി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പൊള്ളാച്ചിട്ട് പോകില്ല. അവനിട്ട് പണിയും വരെ ഞാനുണ്ടാ നിന്റെ കൂടെ. സോറി. ചിരിക്കണം. പോയിട്ട് ആ നാറിനെ ഞങ്ങൾ കണ്ടാ ജസ്റ്റ് മിസ്സായിരുന്നു, അല്ലേ തീർത്താനെ. പക്ഷെ അവളെ താവളവും ശിങ്കിളും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എനിക്കല്ലേ പിന്നെ അല്ല വാ